ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴുത്ത മാങ്ങ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന മാങ്ങാ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റും ടേസ്റ്റിയുമായ ഈ മാങ്ങാ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി നന്നായി പഴുത്ത 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി നടുക മുറിച്ച് ഒരു സ്പൂണ് കൊണ്ട് അതിലെ പൾപ്പ് കോരിയെടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയുടെ അളവ് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 നുള്ളു ഉപ്പ് ചേർക്കാം. ഇതിനി നന്നായി അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ചതിന് ശേഷം വീണ്ടും നന്നായി അടിച്ചെടുക്കാം. ഇനി ഈ അടിച്ചെടുത്ത മിക്സ് ഒരു പാനിലേക്ക് ഒഴിക്കാം. നാരുള്ള മാങ്ങയാണെങ്കിൽ അരിച്ച് വേണം ഒഴിക്കാൻ. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഗ്യാസ് ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് തിളപ്പിച്ചെടുക്കണം. തുടർച്ചയായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഈ മാംഗോ പ്യൂരി തിളക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഒഴിക്കുന്ന സമയത്ത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഇതിനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇത് 5-6 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ നല്ലതുപോലെ വെന്തിട്ടില്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ 6 മിനിറ്റ് ആയിട്ടുണ്ട്. പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കോരി ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് വീഴുന്ന ആ ഒരു പാകമാണ് ഇതിന് വേണ്ടത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിന് 2 മിനിറ്റും കൂടി ഇളക്കി കുറച്ച് തണിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ഈ പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ചെറുനാരങ്ങ നീര് ആദ്യം തന്നെ ചേർക്കാൻ പാടില്ല, പാല് പിരിഞ്ഞു പോകും. ഏറ്റവും അവസാനം മാത്രമേ ഇത് ചേർക്കാൻ പാടുള്ളൂ. ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി എണ്ണ പുരട്ടി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലെ എയർ ബബിൾ എല്ലാം പോകാൻ വേണ്ടി ഇത് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് പുറത്തെടുക്കാം. 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുഡിങ് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പുഡിങ് ബൗളിൽ നിന്നും പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടി ഈ ബൗളിൻ്റെ അടിവശം ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം മുക്കി വെച്ചാൽ മതി. ഇപ്പോൾ നല്ല ടേസ്റ്റിയായ മാങ്ങാ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പഴുത്ത മാങ്ങാ കഷ്ണങ്ങൾ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. കുട്ടികൾക്കെല്ലാം തീർച്ചയായും ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണിത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.